ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും വിവാദപരവുമായ വർഗീയ അക്രമ സംഭവങ്ങളിലൊന്നായിരുന്നു 2002 ഗുജറാത്ത് കലാപം. 2002 ഫെബ്രുവരി 27 അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന 59 ഹിന്ദു തീർത്ഥാടകരുടെ ട്രെയിൻ കോച്ച് കത്തിച്ചതിനെ തുടർന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ സംഭവം ഗുജറാത്തിലുടനീളം വ്യാപകമായ വർഗീയ കലാപത്തിന് കാരണമായി. ഇത് ആയിരത്തിലധികം ആളുകളുടെ മരണത്തിനും കൂടുതലും മുസ്ലിങ്ങളുടെ മരണത്തിനും വൻതോതിലുള്ള കുടിയിറക്കത്തിനും സ്വത്ത് നശിപ്പിക്കലിനും കാരണമായി. കലാപത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നുവന്നു. അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് സർക്കാർ അക്രമം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നോ അതിന് സഹായിച്ചുവെന്നോ ഉള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു. മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും സ്വതന്ത്ര കമ്മീഷനുകളിൽ നിന്നുമുള്ള വിവിധ റിപ്പോർട്ടുകൾ സംസ്ഥാന ഭരണകൂടത്തെ അവഗണനയ്ക്ക് ഇരയാക്കി. എന്നിരുന്നാലും ഇന്ത്യയുടെ സുപ്രീം കോടതിയും പ്രത്യേക അന്വേഷണ സംഘവും എസ്ഡി പിന്നീട് മോദിക്കെതിരെ വിചാരണ ചെയ്യാവുന്ന തെളിവുകളില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി. അക്രമം ഇന്ത്യയിൽ വളരെ സെൻസിറ്റീവും രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയമായി തുടരുന്നു. ബാബു ബജ്രംഗി, മായ കോഡ്നാനി എന്നിവരുൾപ്പെടെ നിരവധി പ്രധാന വ്യക്തികൾ കലാപത്തിലെ പങ്കിന് ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് ചില കേസുകളിൽ ജാമ്യം ലഭിക്കുകയോ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ചെയ്തു. 2002 ഗുജറാത്ത് കലാപം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകൾ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത ചർച്ചാ വിഷയമായി തുടരുന്നു. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്ന സിനിമകളിലും സാഹിത്യത്തിലും രാഷ്ട്രീയ വ്യവഹാരങ്ങളിലും അവർ പരാമർശിക്കപ്പെടുന്നു.